ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ വർക്കിന് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഞാൻ 2-3 ആഴ്ച മുന്നേ എടുത്തതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. പ്രോപ്പർ വീഡിയോസായിട്ട് എടുത്ത് വെക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു. പല തിരക്കുകൾ കാരണം അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഓർത്തു ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതൊരു നല്ല മെമ്മറി ആയിട്ട് ഇരിക്കുമല്ലോ. 9:30 ആയപ്പോഴത്തേക്കും ക്ലിനിക്ക് എത്തി. ഇതാണ് കേട്ടോ ഡോക്ടർ ജെറിൻ. പേഷ്യൻസ് വരുന്നത് വരെ ഞങ്ങൾ ചില്ലിങ് ആയിരിക്കും. വർക്കിന് കയറിയ പിന്നെ നിന്ന് തിരിയാനായിട്ട് ആർക്കും നേരം ഉണ്ടാവില്ല. ഒരു 1:30-2 മണിയുടെ ഉള്ളിൽ രാവിലത്തെ വർക്ക് കഴിയും. എനിക്കിന്ന് വീട്ടിൽ പോകാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കേ അവർ എത്തുള്ളൂ. ലഞ്ചിന് ചോറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാവിലത്തെ റവപ്പുട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ അരുണേട്ടനും ആതിരയും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ 2-3 വർഷമായിട്ട് US-ലാണ്. നാട്ടിലേക്ക് 1.5 മാസത്തെ വെക്കേഷന് വന്നതാണ് കേട്ടോ. തിരിച്ച് US-ലേക്ക് പോകുന്നത് അവർ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായതുകൊണ്ട് ഇവർക്ക് ഇവിടെ വരാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടും ചെയ്തു. ടെറസിലെ കാറ്റുകൊള്ളലും സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിള്ളേർ പിന്നെ ഗെയിംസൊക്കെ കളിച്ച് അതിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്നു. ഞങ്ങൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ രാത്രിയിലേക്കുള്ള ബാക്കി പ്ലാൻസും കൂടി സെറ്റാക്കുകയാണ്. ആദ്യം എറണേട്ടനും ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തോമസ് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. ഏട്ടനും എറണേട്ടനും തോമസ് ഏട്ടനൊക്കെ സെയിം കമ്പനിയിൽ തന്നെയാണ് കേട്ടോ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എല്ലാവരും പല കമ്പനിയിലാണെങ്കിലും നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറും കോൺടാക്റ്റ് കീപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. ആദ്യം എറണേട്ടനും ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടുമിക്ക വീക്കെൻഡ്സ് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഔട്ടിങ്ങും പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ മംഗലപുരത്ത് PG ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അങ്ങനെ ആരും കാണാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്നപ്പോൾ ഇവരൊക്കെ നാട്ടിലേക്ക് പോയി. 3 വർഷത്തെ PG പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നപ്പോഴത്തേക്കും ഇവർ US-ലേക്കും പോയി. ഇപ്പോൾ ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഞാനിവരെ കാണുന്നത്. അതിൻ്റെ നല്ല സന്തോഷം എന്തായാലും എനിക്കുണ്ട് കേട്ടോ. ഡിന്നർ പരിപാടിക്ക് തോമസ് ഏട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി. ഞങ്ങൾ പിന്നെ പോയത് ഉറൂലിക്കാണ്. ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അധികം ദൂരം പോകണ്ടെന്ന് തന്നെയായിരുന്നു പ്ലാൻ. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. ഓൾറെഡി സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത്. ഒരാവേശത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർ 2 പേരും അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് വരുന്ന നേരം കൊണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടിരുന്നു. ഒപ്പം വർത്താനം പറച്ചിലും ഉണ്ടായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോണ വഴിക്ക് ഫൂസ്ബോൾ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അതിലായിരുന്നു. അധികം നേരം വൈകിക്കാതെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എനിക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് വർക്ക് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് വീടെത്തി ലഞ്ച് കഴിച്ച ശേഷം എല്ലാവരും കൂടി വെഗാസിറ്റി മോളിലേക്കാണ് നേരെ വന്നത്. എത്തിയതും ബോബാട്ടിയൊക്കെ വാങ്ങി കുടിച്ചു. പാക്ക് ചെയ്യാനുള്ള ബാക്കി കുറച്ച് ഐറ്റംസും കൂടി അതിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അവളത് വാങ്ങാൻ കയറിയ നേരം കൊണ്ട് ഏട്ടനായിരുന്നു മസാജിങ് ചെയറിലായിരുന്നു ഒരു 10-15 മിനിറ്റോളം. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ഇന്ന് രാത്രിയാണ് അവർക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. വളരെ കുറച്ച് ടൈം കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ.